ഒരു ജനതയുടെയാകെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ അഭിമാനവും പേറിയാണ് അരൂരിലെ LDF സ്ഥാനാർത്ഥി ദലീമ ജോജോ ഇക്കുറി വീണ്ടും മത്സരരംഗത്തിറങ്ങുന്നത്. ഇപ്പോൾ ദലീമ ജോജോ അമൃത ന്യൂസിനൊപ്പം ചേരുന്നു. ചേച്ചി, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് പ്രതീക്ഷ ആണ്, ഉറപ്പാണ് ഞങ്ങൾ വിജയിക്കും എന്നുള്ളത്. കാരണം ജനങ്ങളെ ഒരിക്കലും ചതിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ്. ഈ ഒരു മണ്ഡലത്തിലേക്ക് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ പറ്റിക്കാനോ ചതിക്കുവാനോ വാക്കാലൊരു പ്രഹസനം ഉണ്ടാക്കുവാനോ അല്ല. പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്നു, പ്രവൃത്തി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് പെരുമ്പളം പാലം തന്നെ. 106 കോടിയാണ്. അപ്പോൾ 2016 കല്ലിട്ട പാലമാണ് ഇത്രയും ഈ ഒരു ഒരു വർഷം മുതൽ ഈ 10 വർഷക്കാലം ഗവൺമെൻറ് നടത്തുന്ന വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പെരുമ്പളം പാലം. കേവലം 12,000 കുടുംബങ്ങൾക്ക് മാത്രം അവരനുഭവിച്ച ദുരിതങ്ങൾക്ക് വർഷങ്ങളോളം അവർക്കൊരിക്കലും ഒരു പാലം സ്വപ്നം കാണാൻ വിധിയില്ലാത്തവരായിരുന്നു. അവിടെ പാലം വരുമെന്ന് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. അവർ എന്താ പറയുക, ഉറക്കമുളച്ച് നിന്ന് ജീവിച്ചവരാണ്. കാരണം ഈ ചെറിയ വള്ളങ്ങളിൽ ഇപ്പുറത്ത് കടന്ന് ഒരു ജോലിക്ക് പോയാലും അവർ തലേ ദിവസം വരുവാണെങ്കിൽ തലേ ദിവസം അവിടെ ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടതായിട്ട് വരും. പിറ്റേ ദിവസമായിരിക്കും ഒരു വള്ളം കിട്ടുന്നത്. അങ്ങനെ അവരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്, ഒരു ജനതയുടെ കാത്തിരിപ്പാണ് പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലെത്തി പൂർത്തീകരിച്ചു കൊടുത്തത്. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. ചേച്ചി വീണ്ടും സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പെരുമ്പളംകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവരെല്ലാവരും മറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. കാരണം ഈ ഗവൺമെൻറ്റിനോടുള്ള അവരുടെ നന്ദിയാണ് വോട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെരുമ്പളം ദ്വീപിലെ നിവാസികൾ ഇന്നിപ്പോൾ നിങ്ങളൊന്ന് ആ പാലത്തിലൂടെ സഞ്ചരിക്കണം. കാരണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വേമ്പനാട് കായൽ കിടക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണത്. അതിലൂടെ എത്ര മനുഷ്യരാണ് ദൂരെ പ്രദേശങ്ങളിൽ നിന്ന് പോലും ആ പാലം കാണുവാനായിട്ട് വരുന്നത്. മഴവില്ലാകൃതിയിലാണ്. അനേകം കടകൾ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു. പലരും കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു. ആഘോഷമായി. ഇന്നിപ്പോൾ ആ ഗ്രാമത്തിലേക്ക് എല്ലാവരും എത്ര സന്തോഷത്തിലാണ് കയറി വരുന്നതെന്നറിയോ. വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ നടക്കാനുണ്ടായിരുന്നു, അതും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പാലത്തിൻ്റെ ഭാഗത്ത് മാത്രം. അപ്രോച്ച് റോഡെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് KSRTC കടന്നു വന്നു, പ്രൈവറ്റ് ബസ്സുകൾ കടന്നു വരുന്നു, വാഹനങ്ങൾ കടന്നു വരുന്നു. അതൊന്നും നടക്കാത്തൊരു ഒരു കൊച്ചു ദ്വീപല്ലായിരുന്നത്. ഓർത്താൽ മതി, നമ്മളുടെ ഗവൺമെൻറ് അത്രയേറെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗത്താണ്. 317 കോടിയാണ് പാലങ്ങൾക്ക് മാത്രം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5 തുരുത്ത് പാലത്തിൻ്റെ ഭാഗത്താണ്. ഇതിന് 15 കോടി ഇവിടെ വെച്ചിട്ടുണ്ട്. തലവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് 5 തുരുത്ത് പാലത്തിന്. അപ്പോൾ അത് തന്നെയല്ല നേരേക്കടവ് മാക്കിയക്കടവ് പാലം നമ്മൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള ഘട്ടമായപ്പോഴാണ്. കാരണം അപ്രോച്ച് റോഡ് മാത്രം പൂർത്തീകരിക്കപ്പെട്ടാൽ മതി, പൂർത്തീകരിച്ചാൽ അത് ഉദ്ഘാടനം ചെയ്തിറങ്ങേണ്ടതാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നത് കൊണ്ടാണ്. അത് 97 കോടിയാണ്. എക്സസ് നമ്മൾ 46 കോടി നമ്മുടെ ഗവൺമെൻറ് വെച്ചിട്ടാണ് പ്രത്യേകിച്ച് വെച്ച് കൊടുത്തു. കാരണം അത് അവിടെ തടസ്സമായിട്ട് കിടക്കുകയായിരുന്നു. കോൺട്രാക്ടർ ഇപ്പോൾ 2012 കല്ലിട്ടത് കൊണ്ട് കോൺട്രാക്ടറിന് വലിയ നഷ്ടമാണ്. കോൺട്രാക്ടർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ അത് കോൺട്രാക്ടർ കേസിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സസ് വീണ്ടും 46 കോടി വെച്ച് കൊടുത്തുകൊണ്ടാണ് ആ പാലം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും നോക്കിയാലും വികസനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്. വീണ്ടും ഷാനിമോൾ ഉസ്മാൻ മത്സരരംഗത്തേക്ക് എത്തുന്നു. അപ്പോൾ ഒരു ടഫ് മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, നമുക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഷാനിമോളുടെ കഴിവൊക്കെ ഉണ്ടാവാം, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഗവൺമെൻറ് അത്രയേറെ വികസന പ്രവർത്തനം ഈ ഒരു കൊച്ചു മണ്ഡലത്തിൽ ഇത്രയും വികസന പ്രവർത്തനം ഈ ഒരു പ്രളയകാലത്തിൽ, ഈ ഒരു നിപ്പ, കോവിഡ്, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എല്ലാം വന്നൊരു കാലഘട്ടമാണ് ഈ 10 വർഷം. ആ കാലഘട്ടത്തിൽ പോലും ഇത്രയേറെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടാനാണ് നമ്മൾ? ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടുന്നില്ല. അവരനുഭവിക്കുന്ന വിഷമതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ടാണല്ലോ 2000 രൂപ വരെ പെൻഷനാക്കി ഇന്ന് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു MLA ആയിട്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് 5000 കോടിയുടെ അല്ല 5000 കോടി 500 കോടി 5 കോടി 5 കോടിയുടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം തന്നെ കൊടുത്തു കഴിഞ്ഞു. ചികിത്സാ സഹായം 5 കോടിയുടെ കൊടുത്തു കഴിഞ്ഞു.
അതുപോലെ 20ഓളം സ്കൂൾ കെട്ടിടങ്ങൾ, അതിൽ 9 സ്കൂളിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 13ഓളം അംഗനവാടി കെട്ടിടങ്ങൾ നമ്മുടെ ഗവൺമെൻറ് വെച്ച് തന്നിരിക്കുന്നതാണ്. ഇനി പിന്നെ എന്താ പറയുക, നമ്മളുടെ റോഡുകൾ, പശ്ചാത്തല വികസനങ്ങൾ, അതിൽ സർക്യൂട്ട് ടൂറിസത്തിൽ ആദ്യം 20 കോടിയെടുത്ത് നമ്മൾ നടത്തി കഴിഞ്ഞു. 2 വെള്ള വരിയിട്ടൽ റോഡുകൾ നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും, സർക്യൂട്ട് ടൂറിസത്തിൽ ചെയ്തതാണ്. പിന്നീട് വീണ്ടും 10 കോടി വെച്ചു. ഇനി MLAയുടെ 25 കോടി, അത് ആദ്യം ഫസ്റ്റിൽ 5 കോടി നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഐസൊലേഷൻ വാർഡിനായിരുന്നു. അതുകൂടാതെ 20 കോടിയിൽ ചെറിയ റോഡുകളെല്ലാം എടുത്തു, ഗ്രാമീണ റോഡുകളും നടവഴികളുമൊക്കെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്ഥലത്താണ് കളിസ്ഥലം വെച്ചിരിക്കുന്നത്, ഓരോ കോടി വീതം. എത്ര സ്കൂളുകൾക്ക് കളിസ്ഥലം വെച്ചിരിക്കുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള ഇത് പാലിച്ചുകൊണ്ട് ഒരു 3-4 പഞ്ചായത്തിലായിട്ട് കളിസ്ഥലം വന്നിട്ടുണ്ട് നമ്മൾ. അതിൻ്റെയൊക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ്. പിന്നെ വില്ലേജ് ഓഫീസായി, പിന്നെ എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ഇതിനൊക്കെ ഫയർ സ്റ്റേഷന് 2.25-2.5 കോടിയാണ്. ഇതെല്ലാം ഗവൺമെൻറ് വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കി അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവളാണ് ഞാൻ. മനസ്സിലായോ? അതുകൂടാതെയാണ് ഇന്നിപ്പോൾ 30 വയസ്സ് 35 വയസ്സിന് മേലോട്ടുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് എല്ലാ സ്കൂളിലും ഹൈടെക് മോഡൽ. കുട്ടികളെ പണ്ട് കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കി, അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടായിരുന്നു ഞാനടക്കമുള്ള കുട്ടികൾ ഈ പൊളിഞ്ഞ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവർ എന്താ ടൈയും ഇതുമൊക്കെ ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ പാവപ്പെട്ടവൻ്റെ കുട്ടികളെ ഈ പൊളിഞ്ഞ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയില്ലേ? ഇന്ന് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളൊന്ന് ചെന്ന് നോക്കുക. നമ്മുടെ മണ്ഡലത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ നിങ്ങൾ സഞ്ചരിച്ച് നോക്കിയാൽ മതി. വേറെ മണ്ഡലത്തിലോട്ട് പോകണ്ട. ഈ ഒരു മണ്ഡലത്തിലെ സ്കൂളുകൾ എത്ര സ്കൂൾ കെട്ടിടങ്ങളാണ് ഈ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വെറുതെ സഞ്ചരിച്ചാൽ മതി, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. LDF സർക്കാരിൻ്റെ നിരവധിയായ വികസന നേട്ടങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. പെരുമ്പളം പാലം ഉൾപ്പെടെ ഒരു ജനതയാകെ സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയ ഒരു MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിജയം ഈ മണ്ഡലത്തിൽ സുനിശ്ചിതമാണ് എന്നാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളാകെ തന്നെ സൂചിപ്പിക്കുന്നതും. അരൂരിൽ നിന്നും ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.